മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ കവർന്നെടുത്തത് അവരുടെ സർവസ്വവുമായിരുന്നു. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് കിടപ്പാടം പോലുമില്ലാതെ പകച്ചുനിന്ന ആ കണ്ണീർ തോരാത്ത രാത്രികളിൽ നിന്ന് വയനാട് ഉയിർത്തെഴുന്നേൽക്കുകയാണ്. തകർന്നടിഞ്ഞ സ്വപ്നങ്ങൾക്കു പകരം ഇതാ പുതിയൊരു ജീവിതം. ആ വലിയ സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. കൽപ്പറ്റയിലെ ബൈപ്പാസ് റോഡിലൊരുങ്ങിയ വയനാട് ടൗൺഷിപ്പിന്റെ 1-ാം ഘട്ടം പൂർത്തിയായി. ഉരുൾപൊട്ടലിൽ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട 178 കുടുംബങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ പുതിയ വീടിന്റെ താക്കോൽ കൈമാറിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ വികാരനിർഭരമായ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത്. വെറുതെ കല്ലിട്ടു പോകുന്നവരല്ല നമ്മൾ. കല്ലിട്ടാൽ അതിനുമീതെ വീടുയരും. അത് കൊടുക്കാൻ തീരുമാനിച്ച അർഹതപ്പെട്ട മനുഷ്യന്റെ കൈകളിൽ ആ വീടെത്തും. ചടങ്ങിൽ അധ്യക്ഷനായ റവന്യൂ മന്ത്രി കെ രാജന്റെ ഈ വാക്കുകൾ കേൾവിക്കാരിൽ വലിയ ആശ്വാസമാണ് നൽകിയത്. പ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിൽ 410 വീടുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഈ ടൗൺഷിപ്പിൽ 402 കുടുംബങ്ങളിലെ 1662 പേരാണ് ഇനി താമസിക്കാൻ പോകുന്നത്. ഇതൊരു വെറും ടൗൺഷിപ്പല്ല, മറിച്ച് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ നടത്തിയ പോരാട്ടത്തിന്റെ പ്രതീക്ഷയുടെ പുനർജന്മമാണ്.